മഴതോരും മുൻപയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വൈജയുടെ ഒത്താശയുമായി വന്ന ഗംഗേട്ടനും രാജീവനും തക്കതായ മറുപടി തന്നെയായിരുന്നു ബാലചന്ദ്രൻ നൽകിയത്. അതിനുശേഷം അകത്ത് ചെന്ന് ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, അലീനെ, അച്ഛനൊരു കാര്യം ചോദിച്ചാൽ മോള് സത്യം തന്നെ പറയുമോ എന്ന്. അലീന എന്തെന്ന് മനസ്സിലാവാത്ത രീതിയിൽ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിൻ്റെ ഭാവി നശിപ്പിക്കുന്നതായിട്ട് എപ്പോഴെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടോ? അച്ഛനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ? മനസ്സുകൊണ്ട് പോലും ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല അച്ഛാ. അച്ഛൻ എന്നും എനിക്ക് നന്മ മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്ന നല്ല ബോധവും എനിക്കുണ്ട്. പിന്നെ എന്തിനാണ് അച്ഛൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഇപ്പോൾ നിൻ്റെ പ്രിയപ്പെട്ട 2 അമ്മാവന്മാർ വന്നിരുന്നല്ലോ. അവർ പറയുന്നുണ്ടായിരുന്നു ഞാൻ നിൻ്റെ ഭാവി നശിപ്പിക്കുകയാണെന്ന്, നിന്നെയും വൈജയെയും അടുക്കാനായിട്ട് ഞാൻ അനുവദിക്കുന്നില്ലെന്ന്. അങ്ങനെയാണോ നിനക്കങ്ങനെയാണോ തോന്നിയിട്ടുള്ളത്? അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്നാണ് അച്ഛാ ഈ പറയുന്ന അങ്കിളും അമ്മാവന്മാരൊക്കെ നമുക്കിടയിലേക്ക് വന്നത്? എനിക്ക് ഈ വീട്ടിൽ വന്ന കാലം മുതൽ അച്ഛൻ മാത്രമായിരുന്നില്ലേ ആശ്രയം? ആരാണോ എന്നെ തള്ളിക്കളയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് അയാളുടെ തണൽ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ വേറെ ആരും എന്ത് പറഞ്ഞാലും എനിക്കതൊരു പ്രശ്നവുമല്ല. ഇപ്പോൾ എൻ്റെ എന്ത് ഭാവിയാണാവോ അവരെ കണ്ണിൽ അച്ഛൻ തകർത്തതായിട്ട് അവർക്ക് തോന്നിയത്? ഏയ്, വേറൊന്നുമല്ല, നീയും മനുശങ്കറും തമ്മിലുള്ള വിവാഹബന്ധം തന്നെ. അതിന് തടസ്സമായി നിൽക്കുന്നത് ഞാനാണ് പോലും. ഞാനും മനുവേട്ടനുമുള്ള വിവാഹമോ? എനിക്ക് മനസ്സിലായില്ല. അല്ല, മനു അങ്ങനെ ഒരാഗ്രഹം മുന്നേ പറഞ്ഞിരുന്നല്ലോ. അതിന് തടസ്സം നിൽക്കുന്നത് ഞാനാണെന്ന്. കാരണമുണ്ട്. മനു നിന്നെ വിവാഹം കഴിക്കുന്നതിൽ ശിവേട്ടന് തടസ്സമൊന്നുമില്ല. കാരണം വൈജയുടെ മകളാണ് നീ. മുറപ്രകാരം നിന്നെ വിവാഹം കഴിക്കാനുള്ള എല്ലാ അവകാശവും മനുവിനുണ്ട് താനും. എന്നാൽ കമലേടത്തിയുടെ കണ്ണിൽ നീ വെറും വേലക്കാരി മാത്രമാണ്. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. കൊടികൊണ്ട തറവാട്ടിലെ മൂത്ത പേരക്കുട്ടി ഒരു വേലക്കാരിയെ വിവാഹം കഴിക്കുന്നു എന്ന് അവർക്ക് പുറത്തു പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഗംഗേട്ടൻ പറയുന്നത് നീയും വൈജയും ഒരുമിച്ച് ജീവിതം തുടരട്ടെ, നിങ്ങൾ അമ്മയും മകളുമാണെന്നുള്ള സത്യം എല്ലാവരും അറിയട്ടെ. അങ്ങനെയാവുമ്പോൾ ഈ ബന്ധത്തിന് ഒരു തടസ്സവും ഉണ്ടാവില്ലെന്ന്. അച്ഛാ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ജീവിതം ഞാൻ എന്നും മറ്റുള്ളവർക്കൊരു സഹായമായി മാറണമെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള എനിക്ക് വിവാഹത്തെക്കുറിച്ചൊന്നും ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. പിന്നെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ മനുവേട്ടൻ എന്നോട് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. എൻ്റെ അഭിപ്രായം എന്താണെന്നും മനുവേട്ടൻ ചോദിച്ചിരുന്നു. എൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് അപ്പോഴും ഞാൻ മനുവേട്ടനോട് ഒന്നും തന്നെ പറഞ്ഞില്ല അച്ഛാ. വേറൊന്നും കൊണ്ടല്ല, എനിക്കങ്ങനെ എൻ്റേതായിട്ടൊരഭിപ്രായം ഇന്നേ വരെ ഒരു കാര്യത്തിലും ഉണ്ടായിട്ടില്ല. അച്ഛനെ അറിയാലോ, എനിക്ക് എൻ്റേതായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഞാൻ ആർക്കെങ്കിലും സഹായമായി വേണോ എന്നൊരു തീരുമാനം മാത്രം എടുക്കാനേ എനിക്കറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മനുവേട്ടനോട് ഞാനൊന്നും പറഞ്ഞിരുന്നില്ല. ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ മനുവേട്ടനോട് ഞാൻ തീർത്ത് തന്നെ പറയൂ അച്ഛാ, എന്നെ പ്രതീക്ഷിച്ച് മനുവേട്ടൻ്റെ ജീവിതം നശിപ്പിക്കരുതെന്ന്. അല്ലെങ്കിൽ തന്നെ മനുവേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ മാത്രം ഒന്നുമല്ല ഞാൻ. അലീനയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിന്നോടിപ്പോൾ ഇത് ചോദിച്ചത്. അവരോട് ഞാനത് പറയുകയും ചെയ്തിരുന്നു. മനുശങ്കറിന് എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ സമ്മതമാണെങ്കിൽ ഈ ലോകത്ത് ആരൊക്കെ എതിർത്താലും അലീനയുടെ സമ്മതം മാത്രമായിരിക്കും ഞാൻ നോക്കുന്നതെന്ന്. അതിനെനിക്ക് ആരുടെയും അവകാശം വേണ്ട. അതല്ല, മറിച്ച് നിന്നെയും നിൻ്റെ അമ്മയെയും ഞാൻ തള്ളിക്കളയുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കുന്നില്ല എന്ന നിൻ്റെ തോന്നലുണ്ടെങ്കിൽ അതിൽ ഞാൻ തോറ്റുപോകും മോളെ. അവിടെ ഞാൻ ഒന്നുമല്ലാതായി മാറും. പക്ഷേ എൻ്റെ വിഷമത്തിന് പുറത്ത് നീ അത് മറച്ചു വെച്ചാലും ഞാൻ തോറ്റുപോയ ഒരാൾ തന്നെയാവും. ഇവിടെ ഞാൻ ജയിച്ചു നിൽക്കുന്നത് നീ ഒരാൾ കാരണം മാത്രമാണ്. നിൻ്റെ സ്നേഹം, നിൻ്റെ പിൻബലം, എൻ്റെ കുടുംബം എല്ലാം തന്നെ നിന്നിലാണ്.
ബാലചന്ദ്രൻ്റെ വാക്കുകൾ ഇടറുന്നത് കണ്ട് അലീനയ്ക്ക് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. അലീന ബാലചന്ദ്രൻ്റെ അരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, അച്ഛൻ എന്നെ ഓർത്തൊരിക്കലും വിഷമിക്കരുത്. ഈ അലീന ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ബാലചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അടിമ തന്നെയായിരിക്കും. അച്ഛൻ മുമ്പ് പറഞ്ഞതുപോലെ അച്ഛൻ്റെ ഊന്നുവടി. ബാലചന്ദ്രന് അലീന പറഞ്ഞ ആ വാക്കുകൾ വളരെ സന്തോഷവും സമാധാനവുമായിരുന്നുവെങ്കിലും ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, നീ പറഞ്ഞിടത്ത് നിന്ന് ഒരു തിരുത്തുണ്ട് മോളെ. അത് വേറൊന്നുമല്ല, ഞാനാണിപ്പോൾ നിൻ്റെ അടിമ അല്ലേടി. നീ പറയുന്ന പോലെയല്ലേ ഇപ്പോൾ ഞാൻ അനുസരിച്ച് നടക്കുന്നത്. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാനത് സാധിച്ചു തരാൻ തയ്യാറാണ്. പക്ഷേ നീ എന്നോടൊന്നും ആവശ്യപ്പെടുന്നില്ലെന്ന് മാത്രം. പിന്നെ നീ ആവശ്യപ്പെടുന്നുണ്ടോ അതോ മനസ്സറിഞ്ഞ് നിനക്ക് വേണ്ടി ചെയ്തു തരണോ എന്ന് സംശയമുള്ളത് നീയും വൈജയും ഒരുമിച്ച് ജീവിക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമാണ്. അത് എന്തായാലും എനിക്കിപ്പോൾ മനസ്സുകൊണ്ട് ഞാൻ തയ്യാറല്ല അലീന. അത് നീ ആവശ്യപ്പെട്ടാൽ ഞാനത് നടത്തി തരിക തന്നെ ചെയ്യും എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു തീർത്തപ്പോഴേക്കും അലീന ചോദിക്കുന്നുണ്ട്, അല്ലച്ച, എന്തായാലും അമ്മ ഇവിടേക്ക് വന്നല്ലോ, ഇനി ഞാൻ ബാഗ് പാക്ക് ചെയ്യട്ടെ പപ്പയുടെ അടുത്തേക്ക് പോകാനായിട്ട് എന്ന് അലീന ചോദിച്ചപ്പോഴേക്കും ബാലചന്ദ്രന് ചിരിയാണ് വന്നത്. ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, എന്ത് പറയുന്നു നിൻ്റെ അനിയത്തിമാർ? ഓ, അവരുടെ കാര്യം അച്ഛനേക്കാളും കഷ്ടമാണ്. അവരിപ്പോൾ തന്നെ എന്നോട് പരാതിയെല്ലാം പറഞ്ഞ് തീർത്ത് പോയതേ ഉള്ളൂ. അവരെ വിട്ട് പോവരുത്, അവരുടെ കൂടെ അമ്മയില്ലെങ്കിലും ഞാൻ അവരുടെ കൂടെ വേണമെന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്ത് വേണമെന്നാണ് ഞാനും ആലോചിക്കുന്നത്. എന്തായാലും അച്ഛൻ പറയുന്നതാണ് അവസാന വാക്ക്. എന്തായാലും പോകുന്നതിന് മുമ്പ് എനിക്ക് രേവതിക്കുട്ടിയുടെ അടുത്തൊന്ന് പോകണം അച്ഛാ. രേവതിക്കുട്ടിയെ കണ്ടിട്ട് വേണം എനിക്ക് പപ്പയുടെ വീട്ടിലേക്ക് പോകാനായിട്ട്. അച്ഛൻ അതുകൂടി ഒന്ന് കണക്കാക്കിയിട്ട് വേണേ ഇവിടെ നിന്ന് ഇറങ്ങാൻ എന്ന് പറഞ്ഞുകൊണ്ട് അലീന അകത്തേക്ക് തന്നെ പോവുകയാണ്. ബാലചന്ദ്രന് ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയം അലീന ഫോണെടുത്ത് മനുവിനെയാണ് വിളിക്കുന്നത്. ഹലോ മനുവേട്ടാ. മനുവേട്ടൻ തിരക്കിലാണോ? മനു അല്ലെന്ന് മാത്രം പറയുന്നുണ്ട്. അല്ല, മനുവേട്ടന് തിരക്കാണെങ്കിൽ ഞാൻ പിന്നെ വിളിച്ചോളാം. അല്ലടി പെണ്ണേ, ഞാനേ നിന്നിടത്ത് നിന്ന് ഒന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാ, അല്ലാതെ ഞാൻ തിരക്കൊന്നുമല്ല. നീ വല്ലപ്പോഴും അല്ലേ വിളിക്കുന്നത്. എന്തായാലും നീ കാര്യം പറയേ എന്ന് പറയുകയാണ്. കുറച്ച് സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം മനു വീണ്ടും ചോദിക്കുന്നുണ്ട്, ഓ, എൻ്റെ വിശേഷം അറിയാൻ വിളിച്ചതല്ല, എന്തോ ഗൗരവമുള്ള കാര്യമാണ്. എന്തായാലും നീ കാര്യം പറഞ്ഞോ. മനുവേട്ടാ, വേറെ ഒന്നുമല്ല, നമ്മുടെ മനു വീണ്ടും എടുത്ത് ചോദിക്കുകയാണ്. മനുവേട്ടൻ എന്നെ വിവാഹം കഴിക്കണമെന്ന് മനുവേട്ടൻ്റെ വീട്ടിൽ ആവശ്യപ്പെട്ടിരുന്നോ? അത് എനിക്ക് ആവശ്യപ്പെടാലോ. കാരണം ഞാനത് ബാലചന്ദ്രൻ്റെ അങ്കിളിൻ്റെ സമ്മതം ചോദിച്ചായിരുന്നു. അങ്കിളിന് സമ്മതമാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിൽ പറഞ്ഞു. മനുവേട്ടൻ്റെ വീട്ടിൽ നിന്ന് എന്തായിരുന്നു റെസ്പോൺസ്? അച്ഛന് കുഴപ്പമില്ല, കാരണം നീ എൻ്റെ ആരാണെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം. അതൊക്കെ. എന്തായിരുന്നു മനുവേട്ടൻ്റെ അമ്മയുടെ? അമ്മയ്ക്ക് നീ ആരാണെന്നറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ വേലക്കാരിയെ വിവാഹം കഴിക്കാനും വേലക്കാരിയെ മകളായിട്ട് സ്വീകരിക്കാനും തയ്യാറില്ലെന്ന് അമ്മ പറഞ്ഞു. ഞാനിപ്പോൾ വൈജ എന്ന് പറയുന്ന അവരുടെ പെങ്ങളുടെ മകളാണെന്നറിഞ്ഞാലും മനുവേട്ടൻ്റെ അമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നെ വിവാഹം കഴിക്കാൻ? അലീന, നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ അവരുടെ അടുത്ത് സമ്മതമല്ല ഞാൻ ചോദിച്ചത്. എൻ്റെ ആവശ്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വിവാഹം കഴിക്കാൻ നിന്നെയാണ് താല്പര്യമെന്നും ഞാനൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ ആയിരിക്കുമെന്നും മാത്രം. എൻ്റെ ഭാഗം ഞാൻ ക്ലിയറാക്കി. ഇനി അവർക്കത് ഇഷ്ടമല്ലെങ്കിലും ആണെങ്കിലും നിനക്കിഷ്ടമാവുന്നിടത്തോളം കാലം ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കും. മനുവേട്ടൻ ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്നെ വെറുതെ ആശയക്കുഴപ്പത്തിലാക്കാനാണോ? എനിക്കുള്ള പ്രശ്നങ്ങൾ പോരാഞ്ഞിട്ടാണോ മനുവേട്ടാ മനുവേട്ടനും കൂടി എൻ്റെ തലയിലേക്ക് ഓരോ പ്രശ്നങ്ങൾ എടുത്തിടുന്നത്? എനിക്ക് വയ്യ മനുവേട്ടാ. എൻ്റെ അവസ്ഥ വളരെ മോശമാണ്. മനുവേട്ടനെ അറിയാലോ. ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമാണ് അറിയുന്നത്.
വേറൊന്നുമല്ല, ഇപ്പോൾ ഒരു കാലത്ത് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്ന് വാശി പിടിച്ചിരുന്നവർ തന്നെ ഇന്നിപ്പോൾ എന്നോട് ഇവിടെ നിന്ന് പോവരുതെന്ന് പറയുന്നു. അവരുടെ അമ്മ കൂടെ ഇല്ലെങ്കിലും ഞാൻ അവരുടെ കൂടെ വേണമെന്ന് അവർ വാശി പിടിക്കുന്നു. അച്ഛൻ എന്നോട് അമ്മ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നെ ഇവിടെ നിർത്തില്ലെന്ന് പറയുന്നു. എനിക്ക് ആരെയും തള്ളിക്കളയാൻ വയ്യ, പ്രത്യേകിച്ച് അച്ഛനെ. ഓ, അപ്പോൾ ആൻറ്റി അവിടെ എത്തിപ്പെട്ടൂല്ലേ? കൊള്ളാം. എന്നിട്ടിപ്പോൾ എന്തായി? നിൻ്റെ അടുത്ത കൂടുമാറ്റം സംഭവിക്കാനായോ? അറിയില്ല മനുവേട്ടാ, അച്ഛൻ പറഞ്ഞാൽ ഞാൻ അപ്പോൾ ഇറങ്ങും. അമ്മ വന്നപ്പോൾ തുടങ്ങി ഇവിടെ രണ്ടാൾക്കാരുടെ മുഖം വാടിയിരിക്കുകയാണ്. അമ്മ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ കൂടാതെ തന്നെ അമ്മ വന്നു കഴിഞ്ഞാൽ എന്നെ അച്ഛൻ ഇവിടെ നിന്ന് മാറ്റുമെന്ന് അവർക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെയാണ് അവരെന്നോട് പോവരുതെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനുവേട്ടാ, ഞാനിപ്പോൾ ഇതൊന്നും പറയാനല്ല വിളിച്ചത്. മനുവേട്ടൻ എന്നെ ആകെ ബുദ്ധിമുട്ടിലാക്കരുത്. എനിക്ക് വയ്യാത്തോണ്ടാ. അല്ല, ഇതിപ്പോൾ എന്താ ഉണ്ടായേ? നീ ഇതൊക്കെ എന്നെ വിളിച്ച് പറയാനുണ്ടായ കാരണം എന്താ? വേറൊന്നുമല്ല, ഇവിടെ ഇപ്പോൾ അങ്കിള് വന്നിരുന്നു. ആരൊക്കെയാണെന്ന് മനസ്സിലായല്ലോ? ആ, അറിയാം. അവർ ആൻറ്റിയെ ജാമ്യത്തിലിറക്കിയതിന് ശേഷം ആൻറ്റിയുമായി വന്നതല്ലേ? അറിയാം. നീ കാര്യം പറ. അല്ല, അവർ വന്നപ്പോൾ അച്ഛനോട് അവർ പറഞ്ഞു അത്രേ, എൻ്റെയും മനുവേട്ടൻ്റെയും വിവാഹബന്ധത്തിന് തടസ്സമായി നിൽക്കുന്നത് അച്ഛനാണെന്ന്. അച്ഛനത് എത്രത്തോളം വിഷമമായിട്ടുണ്ടാവുമെന്ന് മനുവേട്ടനെ അറിയാവുന്നതല്ലേ? അതെങ്ങനെയാണ് മനുവേട്ടാ അച്ഛനാവുന്നത്? ഒരിക്കലും അച്ഛനല്ലല്ലോ. അച്ഛന് സമ്മതമാണെന്ന് അച്ഛനും മനുവേട്ടനും തമ്മിൽ സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായ കാര്യമല്ലേ? അലീന, ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. മനുവേട്ടൻ പറഞ്ഞു എന്നല്ല. അമ്മയും ഞാനും തമ്മിലുള്ള ബന്ധം അറിഞ്ഞാൽ കമലാൻറ്റി സമ്മതിക്കുമെന്ന് തന്നെയാണ് ഗംഗാധരൻ എന്ന് പറയുന്ന എൻ്റെ അങ്കിൾ പറയുന്നത്. അത് അച്ഛൻ പറഞ്ഞ അറിവാണ്. അങ്ങനെ കമലാൻറ്റി അത് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ ഞാനും അമ്മയും ഒരുമിച്ച് ജീവിക്കണമെന്ന്. അതായത് ഞങ്ങളെല്ലാവരും ഒരു കുടുംബമായിട്ട് ജീവിച്ച് കാണിക്കണമെന്ന്. അപ്പോൾ സാധാരണ നിലയിൽ എല്ലാ മുറപ്രകാരം തന്നെ മനുവേട്ടന് കല്യാണം ആലോചിച്ചിവിടെ വരാമല്ലോ. അങ്ങനെ എല്ലാ റൂട്ടും ക്ലിയർ ആവുമെന്നാണ് എൻ്റെ അമ്മാവന്മാർ അച്ഛനോട് പറയുന്നത്. അതിനിപ്പോൾ അച്ഛനാണത്രേ തടസ്സം നിൽക്കുന്നത്, ഞാനും അമ്മയും ഒന്നിച്ച് ജീവിക്കാതിരിക്കാൻ. ഇതൊക്കെ അച്ഛനെ എത്രത്തോളം വിഷമം ഉണ്ടാക്കുമെന്ന് മനുവേട്ടന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അച്ഛനെല്ലാം ക്ഷമിച്ചും സഹിച്ചും ജീവിച്ചു പോകുന്ന ഒരാളാണ്. അച്ഛനോട് വന്നിട്ട് എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെ വിഷമിപ്പിക്കരുത്. മനുവേട്ടനായിട്ട് ഇങ്ങനെയുള്ളൊരു സംസാരത്തിന് ഇടവെക്കരുതെന്ന്. അലീനയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മനുവിന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. മനു ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ വന്നു ചേരുമെന്ന്. മനു അലീനയോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. അലീന, നീ എന്നോട് ക്ഷമിക്കേ. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതൊരു തെറ്റാണെന്ന് ഈ നിമിഷം വരെ എനിക്ക് തോന്നിയിട്ടുമില്ല. ഞാൻ എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹമാണ് ഞാൻ അവിടെ അറിയിച്ചത്. അത് ഇന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ഒരു കാര്യം കൂടിയും പറഞ്ഞോട്ടെ മനുവേട്ടാ? അലീന വീണ്ടും പറഞ്ഞു തുടങ്ങുന്നുണ്ട്. എനിക്കറിയാം നീ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന്. മനു ഉടനെ തന്നെ മറുപടി പറയാണ്, നിന്നെ കാത്തിരിക്കേണ്ടെന്ന്. എനിക്ക് വേണ്ടിയാണെങ്കിൽ മനുവേട്ടൻ വിവാഹം കഴിക്കാതെ അങ്ങനെ നിൽക്കരുതെന്ന്, എന്നെ പ്രതീക്ഷിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന്. ഇതൊക്കെയാണോ നീ പറയാൻ വരുന്നത്? ഇത് മാത്രമല്ല മനുവേട്ടാ, ഞാനങ്ങനെ ഒരു വിവാഹബന്ധത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. എൻ്റെ മനസ്സിലെന്നും എന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് സഹായമായി ചെല്ലണമെന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു സഹായം ഞാൻ ചെയ്യുമ്പോഴാണ് എൻ്റെ ജീവിതത്തിന് ഒരർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനുവേട്ടനോട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് എല്ലാവർക്കും, നിങ്ങൾക്കിടയിലേക്ക് വന്നിട്ട് എല്ലാവർക്കും നാശവും നഷ്ടവും മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് എപ്പോഴും പറയുന്ന ആളാണ് കമലാൻറ്റി. ആ ആൻറ്റിക്ക് തന്നെ ഞാനൊരു നാശവും നഷ്ടവും ഉണ്ടാക്കിയെന്ന് ഒരിക്കലും തോന്നരുത്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഇഷ്ടത്തെ ഞാൻ എങ്ങനെയാണ് അലീന പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? നീ ഈ പറഞ്ഞ പോലെയോ? എൻ്റെ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മനസ്സിലെ ഇഷ്ടത്തെ മാറ്റി നിർത്തണമെന്നോ? അതാണോ നീ പറയുന്നത്?
എൻ്റെ മനസ്സിൽ ആദ്യമായി തോന്നിയൊരു ഇഷ്ടമാണ് നിന്നോട്. അത് നീ ആരാണെന്ന് അറിഞ്ഞിട്ടല്ല, അറിയുന്നതിന് മുമ്പേ തന്നെ. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി സ്വാതന്ത്ര്യമായെന്ന് മാത്രം. ഒരിക്കലെങ്കിലും നിൻ്റെ മനസ്സിൽ കൈവച്ച് നിനക്ക് പറയാമോ ആ ഇഷ്ടം തിരിച്ച് നിനക്ക് എന്നോട് തോന്നിയിട്ടില്ലെന്ന്? മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നീ നിൻ്റെ ഇഷ്ടത്തെ ഇല്ലാതാക്കുകയാണെന്ന് ഒരിക്കലെങ്കിലും എന്നോട് പറയാമോ അലീന, നീ എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന്? എങ്കിൽ ഞാൻ വിശ്വസിക്കാം നീ ഈ പറയുന്നതൊക്കെ നിൻ്റെ ഇഷ്ടങ്ങൾ മാത്രമാണെന്ന്. അറിഞ്ഞുകൊണ്ട് ആരോടും കള്ളം പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം അലീനയ്ക്ക് മനുവിനോട് തിരിച്ചൊന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മനുവേട്ടാ, ഞാൻ എന്താ മനുവേട്ടനോട് പറയേണ്ടത് എന്ന് മാത്രമായിരുന്നു അലീനയുടെ മറുപടി. അതിൽ നിന്ന് മനുവിന് എല്ലാ ഉത്തരവും കിട്ടിയിരുന്നു. മനു അലീനയോട് പറയുന്നുണ്ട്, അലീന, ഇപ്പോൾ വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഇതെല്ലാം കലങ്ങി തെളിയുന്നൊരു സമയം വരും. അന്ന് ഞാൻ ഈ ചോദ്യം ഒരിക്കൽ കൂടി നിന്നോട് ഞാൻ ചോദിച്ചോളാം. അന്ന് നീ എനിക്ക് അതിനുള്ള ഉത്തരം തന്നാൽ മതി. ഇപ്പോൾ എന്തായാലും നിനക്കും അങ്കിളിനുമുണ്ടായ വിഷമം അത് ഞാൻ അങ്കിളിനെ വിളിച്ചോളാം. നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മനു കോള് കട്ട് ചെയ്യുകയാണ്. മനു ഉടനെ തന്നെ ഫോണെടുത്ത് ഗംഗാധരനെ കോൾ ചെയ്യുകയാണ്. ഗംഗാധരനോട് മനു ചോദിക്കുന്നുണ്ട്, വെളിച്ച, നിങ്ങളിപ്പോൾ എവിടെയാണ്? അപ്പോൾ ഗംഗാധരൻ പറയുകയാണ്, ഞങ്ങൾ വൈജയുടെ വീട്ടിലാണ്, ഇവിടെ നിന്നും പോയിട്ടില്ല. വൈജയെയും അമ്മയെയും കണ്ട് യാത്ര പറയണം, ഇവിടെ നിറങ്ങണം, ഉടനെ തന്നെ നിൻ്റെ വീട്ടിലേക്ക് എത്തണം. അങ്ങനെ പ്ലാൻ ചെയ്താണ് ഇപ്പോൾ തൽക്കാലം ഇവിടെ നിൽക്കുന്നത്. എന്താടാ നീ ഇപ്പോൾ വിളിച്ചത്? വെളിച്ച, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് എന്നെയും അലീനയെയും അതിലേക്ക് വലിച്ചിടാതിരിക്കാമോ? ഞങ്ങളെ ഒരുമിച്ച് ബാധിക്കുന്ന വിഷയങ്ങളിൽ നിങ്ങൾ തൽക്കാലം ഇടപെടാതിരിക്കാമോ? നിങ്ങൾ ഇടപെടണ്ടാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ അതിൽ ഇടപെടരുത്. ഗംഗാധരന് എന്താണ് മനു പറയുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. വീണ്ടും ഗംഗാധരൻ മനുവിനോട് ചോദിക്കുന്നുണ്ട്, എടാ മോനെ, നീ പറയുന്നത് എന്താണെന്ന് വെളിച്ചന് മനസ്സിലാവുന്നില്ലടാ, നീ വ്യക്തമായിട്ട് പറ. വെളിച്ച, വേറൊന്നുമല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴികൾ നോക്കാം ആൻറ്റിയെയും അലീനയെയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട്. അതിന് മനുശങ്കറും അലീനയും തമ്മിലുള്ള റിലേഷൻ അത് നിങ്ങൾ ദൈവത്തെ ഓർത്തിപ്പോൾ കൈ കടത്തരുത്. അത് ഒരിക്കലും എനിക്ക് അലീനയെ കിട്ടാത്തതായി മാറും. അലീന ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതങ്ങനെയാണ്. എടാ, ഇത് അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചെയ്തതല്ലടാ. ഇവരിപ്പോൾ ബാലചന്ദ്രന് നീയും അലീനയും തമ്മിലുള്ള വിവാഹബന്ധത്തിന് 100% താല്പര്യം തന്നെയാണ്. അപ്പോൾ അലീനയുടെ ഭാവി നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ബാലചന്ദ്രൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുമെന്ന് തോന്നി. അതിന് വേണ്ടിയിട്ടെടുത്തൊരു പ്ലാനായിരുന്നു അത്. നിനക്കറിയാലോ, അലീന ഒരു വേലക്കാരിയായിരിക്കുന്നിടത്തോളം കാലം അലീനയും നീയും തമ്മിലുള്ള വിവാഹം നടന്നാലും കമലയിൽ നിന്നും അവൾക്കൊരു സമാധാനം കിട്ടില്ല. അതും കൂടി ഉദ്ദേശിച്ച് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഈ പറയുന്ന പോലെ ഈ വൈജ ഒരു മെൻ്റലി വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഈ കടന്നു പോകുന്നത്. ഒരാൾ ഒരുപാട് പേരുടെ ഉള്ളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അത് അലീനയ്ക്ക് മനസ്സിലാവും. കാരണം അവൾ അങ്ങനെ ഒരു സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോന്നിട്ടുള്ളൊരു പെൺകുട്ടി ആയതുകൊണ്ട്. അവൾ കടന്നു പോന്നു എന്നല്ല പറയുന്നത്, അവൾക്ക് മറ്റുള്ളവരെ മനുഷ്യന്മാരെ മനസ്സിലാക്കാനുള്ളൊരു കഴിവുള്ളതുകൊണ്ട്. പക്ഷേ ഈ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആ വ്യക്തിയോടുള്ള കടപ്പാട് കൊണ്ട് അവൾ അങ്ങനെയുള്ളൊരവസ്ഥയിലൂടെ വൈജ കടന്നു പോയാലും അലീന നിസ്സഹായാണ് അവിടെ. അവൾക്ക് കണ്ണടച്ച് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയൂ. കണ്ണ് തുറന്നു പോയാൽ അവൾ ചിലപ്പോൾ സഹായിച്ചെന്ന് വരാം അവളുടെ സ്വഭാവം വെച്ച്. വൈജ കൂടിയാണ് ഞങ്ങളോട് ഇത് ആവശ്യപ്പെട്ടത്. ഇനിയും അലീനയെ ഇവിടെ നിന്ന് മാറ്റി നിർത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. അലീന ഈ വീട്ടിൽ ഉണ്ടായാൽ മതിയെന്നാണ് വൈജ ഇപ്പോൾ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ മനു? ഗംഗാധരൻ മനുവിനോടായി ചോദിക്കുന്നുണ്ട്. ഇല്ല വെള്ളിച്ച, ആ കാര്യത്തിൽ ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ നിങ്ങളായിട്ട് തന്നെ വരുത്തിയതാണ്. നിങ്ങളുടെ പെങ്ങളുടെ ഭാവി, അല്ലെങ്കിൽ ബാലചന്ദ്രനും നിങ്ങളുടെ പെങ്ങളും തമ്മിലുള്ള ജീവിതം, ഇതൊക്കെ ഈ വഴി എത്തിച്ചത് നിങ്ങൾ തന്നെയാണ്. എല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മനുവിൻ്റെ ആ ചോദ്യത്തിന് ഗംഗാധരന് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഗംഗാധരൻ
മനുവിനോട് പറയുന്നുണ്ട്. മനു, നീ ഈ ചോദിച്ചതിന് മറുപടി പറയാൻ ഈ വല്യച്ഛൻ അറിയില്ല. എങ്കിലും ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ പഴയ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യമുണ്ട് മോനെ? നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുക ഇനിയുള്ള കാര്യങ്ങൾ എന്ത് വേണമെന്ന് ചിന്തിക്കുന്നതാണ്. അതാണ് നിന്നോട് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. നിനക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയുമോ എന്ന്. നിന്നോടൊരു പ്രത്യേക സ്നേഹം ബാലചന്ദ്രനുണ്ട്. നീ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ബാലചന്ദ്രൻ അംഗീകരിച്ചാലോ എന്ന് കരുതി പറയുന്നതാണ്. നടപടിയാവുമെന്ന് തോന്നുന്നില്ല വല്യച്ഛ. എങ്കിലും ഞാനൊന്ന് സംസാരിച്ച് നോക്കാം എന്ന് മാത്രം. പക്ഷേ ഇനിയും നിങ്ങൾ ഈ കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി എന്നെയും അലീനയെയും ഈ കാര്യത്തിലേക്ക് വലിച്ചിഴക്കരുത്. ഇല്ലടാ മോനെ, അത് അങ്ങനെ ഒരു കാര്യം നല്ല രീതിക്ക് തന്നെ പറഞ്ഞതാണ്. പക്ഷേ ബാലചന്ദ്രൻ അത് മനസ്സിലായില്ല എന്ന് പറയാൻ കഴിയില്ല. ബാലചന്ദ്രൻ ഞങ്ങളോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും അലീനയും മനുവും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അത് ബാലചന്ദ്രൻ നടത്തി കൊടുക്കുമെന്ന്. അത് ആരൊക്കെ എതിർത്താലും ശരിയെന്ന്. അതിനുള്ള വഴിയൊക്കെ ബാലചന്ദ്രനുണ്ടെന്ന്. ഇത് കേൾക്കുന്ന മനു ഒരു ചെറു പുഞ്ചിരിയോടുകൂടി വെല്ലിച്ചനോട് പറയാണ്. വെല്ലിച്ച, ഇതിൽ അങ്കിള് പറഞ്ഞ ഒരു വാചകമുണ്ടല്ലോ, മനുവും അലീനയും തീരുമാനിക്കണമെന്ന്. അങ്ങനെ ഒരു തീരുമാനം അലീനയുടെ ഭാഗത്തു നിന്ന് വരണമെങ്കിൽ ഈ പറയുന്ന എല്ലാവർക്കും സമ്മതമായിരിക്കണം. അല്ലാതെ ഒരിക്കലും അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരില്ല. ഒരാളുടെയും സങ്കടപ്പെടുത്തിയിട്ട് ഒരാളെയും വേദനിപ്പിച്ചുകൊണ്ട് ഒന്നും തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല അലീന. അത് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടില്ല എന്നേ ഉള്ളൂ. നമ്മുടെയൊക്കെ ഈ വീട്ടിൽ അവൾ എത്തിപ്പെട്ടതുപോലും ഒരു വേലക്കാരിയായിട്ടല്ലേ വെല്ലിച്ച? അത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അവൾ ഒരിക്കൽ പോലും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവൾ ഈ വീട്ടിലെ കുട്ടിയാണെന്ന്? ഇല്ല. അങ്ങനെയാണ്. അവൾ ഒന്നും തന്നെ നേടണമെന്ന് ആഗ്രഹിച്ച് വന്ന ഒരാളല്ല വെല്ലിച്ച. അവൾക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ സഹോദരങ്ങളെ കാണണം, അവളെ പ്രസവിച്ച അമ്മയെ കാണണം. അവൾ അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ആഗ്രഹിച്ചിരുന്നില്ല വെല്ലിച്ച. പിന്നെ അവൾ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ ബലം കൊണ്ട് തന്നെ ആയിരിക്കാം ഈ സത്യങ്ങളൊക്കെ ബാലചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചെവിട്ടിലും തന്നെ എത്തിപ്പെട്ടത്. അല്ലായിരുന്നുവെങ്കിൽ എന്തൊക്കെയാവുമായിരുന്നു അവസ്ഥ? ചിലപ്പോൾ ആരും ഒന്നും അറിയാതെ പോയേനെ. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന പോലെ രക്തം രക്തത്തെ തിരിച്ചറിയുന്നു എന്നൊക്കെ പറയുന്ന പോലെ കമലാൻ്റി തന്നെ അവളെ എപ്പോഴെങ്കിലും മനസ്സിലാക്കുമായിരിക്കും. അതിനുശേഷം ആരും അറിയാതെ കമലാൻ്റി അവളെ സ്നേഹിക്കുമായിരിക്കും. ഇതിനൊക്കെ അപ്പുറത്തേക്ക് എല്ലാവരും എല്ലാം അറിഞ്ഞു, ഒരിക്കൽ പോലും അവൾ പറയാതെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള അവൾ ഒരിക്കലും ആരുടെയും സമ്മതമില്ലാതെ എൻ്റെ ജീവിതത്തിലേക്ക് വരില്ലെന്ന്. എന്തായാലും വെല്ലിച്ച സമാധാനമായിട്ടിരിക്കെ. ഞാൻ അങ്കിളിനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്താണ് ഇതിനൊരു പോംവഴിയെന്ന്, അങ്കിളിൻ്റെ മനസ്സിൽ എന്താണെന്ന്. തുടർന്നുള്ള കഥയുമായി അടുത്ത വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.